ഹായ് ഫ്രണ്ട്സ്, ഇന്നിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം തൊഴിലിനെ കുറിച്ചാണ്. ഇപ്പോൾ സർക്കാർ ജോലി, അതുപോലെ തന്നെ പ്രൈവറ്റ് ജോലി, അതുപോലെ തന്നെ സ്വയം തൊഴിൽ, അതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങൾ. അപ്പോൾ തൊഴിലില്ലാത്തവർ എത്ര പേരുണ്ടെന്ന് ഇപ്പോൾ ഒരു ആളുകൾക്കും അറിവില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ തൊഴിൽ ഇതിൻ്റെ രജിസ്ട്രേഷനുള്ള ഇതെന്ന് പറഞ്ഞുകൊണ്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച്, ഇവിടെ നിന്ന് എത്ര ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എത്ര ആൾക്കാർക്ക് ധനസഹായം ലഭിക്കുന്നത്, ഇതിനെക്കുറിച്ചൊന്നും കൂടുതലായി കറക്റ്റായിട്ടുള്ളൊരു അറിവില്ല. ഇതെല്ലാം മാറണമെങ്കിൽ ഒന്ന് നമുക്കൊരു തൊഴിൽ രജിസ്ട്രേഷൻ വേണം. അതുപോലെ തന്നെയാണ് ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വേണം. അതുപോലെ തന്നെയാണ് തൊഴിലിന് ട്രെയിനിങ് വേണം. അതുപോലെ പിന്നെ ഭാഷാ പരിജ്ഞാനം കൊടുക്കണം. അതുപോലെ തന്നെ ധനസഹായം കൊടുക്കണം. ഇതെല്ലാം സംയോജിപ്പിച്ച് ഒരു ആളുകളും തൊഴിലില്ലാത്തവരുണ്ടാവാൻ പാടില്ല. എല്ലാ മേഖലയിലും ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്താലാണ് ഈ എല്ലാ പഞ്ചായത്തിലും ഓരോ വാർഡിലും തൊഴിൽ ട്രെയിനിങ് സെൻറ്റർ സ്ഥാപിക്കുക. എന്തിനാണെന്ന് വെച്ചാൽ TV ആണെങ്കിലും, ഫ്രിഡ്ജാണെങ്കിലും, വാഷിംഗ് മെഷീനാണെങ്കിലും, മറ്റേ മോട്ടറാണെങ്കിലും, വണ്ടിയുടെ എൻജിനാണെങ്കിലും എല്ലാ മേഖലയിലുള്ള തൊഴിൽ ട്രെയിനിങ് കൊടുത്ത് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത് എന്നാലാണ് ആളുകൾക്ക് അതിന് തൊഴിൽ ലഭിക്കുകയുള്ളൂ. അതുപോലെ നല്ല ഭാഷാ പരിജ്ഞാനം വേണം. അങ്ങനെയുള്ള ഒട്ടനവധി സംവിധാനത്തിലേക്ക് നമുക്ക് മാറിയേ പറ്റൂ. എന്നാൽ മാത്രമാണ് തൊഴിൽ രഹിതമായ ഒരു ഇന്ത്യ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുള്ളൂ.